ദൈവത്തോടെ ചോദിക്കാം. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പം 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അതിൽ പ്രധാനികളായിട്ടുള്ളവരെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ഇവരെ 3 പേരും പ്രത്യേകമായിട്ട് ദൈവം സ്നേഹിക്കുന്നതായിട്ട് കാണാം. എന്നാൽ പീറ്റർ വാസ് ജീസസ് ക്ലോസസ്റ്റ് ഫ്രണ്ട്. പത്രോസിൻ്റെ സഭ എടുത്ത് ചാട്ടമൊക്കെ ആന്നേലും യേശുക്രിസ്തു പത്രോസിനെ ഒത്തിരി വിശ്വസിച്ചു. യോഹന്നാൻ ഹൃദയ ഇടിപ്പറിയുന്നവനാണ്. അത് വേറൊരു തലമാണ്. ഇമോഷണലി ദേ ആർ അറ്റാച്ച്ഡ്. പക്ഷെ പത്രോസിനെ ദൈവം അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട്. ഈ പത്രോസ് ആക്ച്വലി ദൈവം തിരഞ്ഞെടുത്ത ഒരു ശിഷ്യന്. ഹി വാസ് ഇൻ ദ ഇന്നർ സർക്കിൾ. ദൈവത്തിൻ്റെ അകത്തെ സർക്കിളിനകത്ത് 3 പേരെ തിരഞ്ഞെടുത്തു. ക്രൈസ്റ്റ് ടേക്സ് ഹിം ടു ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ ടു സീ ദ ഗ്ലോറി അൺവെയിൽഡ്. അപ്പോൾ ഈ 3 പേരെ കൊണ്ടുപോയതിൽ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ഇവരെ 3 പേരെയും മൗണ്ട് താബോറിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കർത്താവ് ആരെന്ന് ജീവിച്ചിരുന്ന കാലത്ത് യേശുക്രിസ്തു തൻ്റെ യഥാർത്ഥ രൂപം ആരെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഭർത്താവുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ അവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവർ സംസാരിക്കുമ്പം ഭർത്താവ് അല്ലെങ്കിൽ ആ പുരുഷൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ പുരുഷൻ ഈ സ്ത്രീയെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കുകയാണ്. അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ പുരുഷൻ എന്നെ മാത്രം സ്നേഹിക്കുന്നു എന്നറിയുകയാണ്. അതാണ് ഇൻറ്റിമസി. അപ്പോൾ ദൈവം നമ്മളെ അറിഞ്ഞിട്ടുണ്ടെന്നും അവൻ നമ്മളെ അറിയാതെ തന്നെയല്ല എനിക്കവനെ അറിയാമെന്നുള്ളൊരു ബോധം വരുമ്പോഴാണ് കണക്ഷൻ കറക്റ്റാണ് ദൈവമാണ്. ഇത് ആത്മീയ ഗോളമാണ് ഞാൻ പറയുന്നത്. അപ്പം ദൈവം പത്രോസിൻ്റെ പുറത്തെ സ്വഭാവം കണ്ടിട്ടല്ല തിരഞ്ഞെടുത്തത്. കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പം എനിക്ക് തോന്നുന്നു ഉലകസ്ഥാപനത്തിന് മുമ്പേ തീരുമാനമെടുത്തതായിരിക്കണം പത്രോസാണ് ഈ സഭ പണിയാൻ പോകാൻ ദൈവം ഉപയോഗിക്കുന്ന ആൾ. പത്രോസ് എന്ന വ്യക്തിക്കല്ല, പത്രോസിലുള്ള ആ വ്യക്തിത്വത്തെയാണ് നമ്മൾ അതിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം. അപ്പം പീറ്റർ വാസ് ടേക്കൺ ടു ദി മൗണ്ട് ടാബോർ ആൻഡ് ജീസസ് ഈസ് റിവീലിംഗ് ഹിംസെൽഫ്. ഞാൻ ആര് എന്ന്. അതൊരു വലിയ അനുഗ്രഹ പദവിയല്ലേ, ആർക്കും കിട്ടാത്ത ഒരു പദവിയല്ലേ. അവർ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ രൂപം മാറുകയാണ്, യഥാർത്ഥ രൂപം. സൂര്യൻ പ്രകാശിച്ച് നിൽക്കുന്നതിലും മനോഹരമായിട്ട് നിന്നിട്ട് അവൻ്റെ വസ്ത്രം ഒരു മനുഷ്യൻ അലക്കിയാൽ അത്രയും വെളുത്ത് വരത്തില്ല, അതുപോലെ തേജസ്കരിച്ച് നിൽക്കുന്ന വെള്ള വസ്ത്രത്തിൽ ദൈവം യേശുക്രിസ്തു മുമ്പിൽ നിൽക്കുകയാണ്. കൂടാതെ മോശയും ഏലിയാവും യേശുവിനോടുകൂടെ സംസാരിക്കുന്നത് ഇവർ 3 പേരും കാണുന്നുണ്ട്. അത് കാണുമ്പോഴാണ് ഇവർ കമന്ന് വീഴാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ശബ്ദം ഇവർ കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ ശബ്ദം കേൾക്കുക എന്ന്. അത് കഴിയുന്നുണ്ട് പത്രോസ് പറയണം, നമുക്ക് താഴോട്ട് പോകണ്ട, നമുക്കിവിടെ കൂടാരം ഉണ്ടാക്കാം, 3 കുടിൽ ഞാൻ ഉണ്ടാക്കിത്തരാം. 1 യേശുവിന്, 1 മോശയ്ക്ക്, 1 ഏലിയാവിന്. ഇത് 3 പേർക്കും വേണ്ടി 3 പേരെ നമ്മൾ കണ്ടില്ലേ. എന്നാൽ പിന്നെ ഇവിടെ ഒരു ആലയം അങ്ങ് ഉണ്ടാക്കാം. അതാണ് അവരിവിടെ താമസിക്കട്ടെ, ആളുകൾ ഈ മലയുടെ മുകളിലോട്ട് കയറും. യേശു ക്രിസ്തു അനുവദിക്കുന്നില്ല. യേശു പത്രോസിനോട് പറയുന്നത് 3 പേരോടും പറഞ്ഞു, എൻ്റെ ഉയർപ്പ് വരെ നിങ്ങൾ ഈ കാര്യം ആരോടും പറയണ്ട. അത് ആ സ്നേഹബന്ധമാണ്. അവർ പറഞ്ഞില്ല ആ ബന്ധം. അങ്ങനെ ഒരു ബന്ധം യേശുവിനോട് നമുക്കുണ്ടോ? അല്പനേരം ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ എൻ്റെ യേശുവിനെ യഥാർത്ഥത്തിൽ അറിയുന്നുണ്ട്. പല കാര്യം അവൻ പറയുന്നത് ചിലതിപ്പം പറയണ്ടെന്ന് പറയും, ചില പ്രയാസങ്ങൾ വരാൻ പോകുന്നത് വെച്ച് പ്രാർത്ഥിക്കാൻ പറയും, ചില ദൈവം പറയും ആ വ്യക്തിയോട് ചെന്ന് പറയാൻ പറയും. അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് സംശയം തോന്നുന്നു. രണ്ടാമത് ചോദിക്കാം. ഇപ്പം ദാവീദിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദാവീദ് 4 പ്രാവശ്യം യുദ്ധത്തിന് പോകണമെന്ന് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. 4 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ദാവീദ് ആക്ഷൻസ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പഴയ നിയമം. പുതിയ നിയമത്തിൽ നമ്മൾ എന്തുമാത്രം ദൈവത്തിൻ്റെ അടുക്കൽ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഗാർഡൻ ഓഫ് ഗെത്സമനി വെച്ച് യേശു തന്നെ കാണിച്ചതിൻ്റെ ഉദ്ദേശം യേശു ആരെന്നുള്ള ഉറപ്പിക്കുകയാണ്. അത് റിസറക്ഷന് മുമ്പിലാണ്. എന്നാൽ ആഫ്റ്റർ റിസറക്ഷൻ എന്ത് സംഭവിച്ചു? 3 പ്രാവശ്യം യേശു ക്രിസ്തു പത്രോസിനെ വിസിറ്റ് ചെയ്യാണ്. കാരണം എന്താ? അതിനു മുമ്പ്, ക്രിസ്തു മരണത്തിന് മുൻപ് ഈ പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് ഈ പത്രോസിനെ എനിക്ക് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ദൈവം കരുണയുള്ളവനാകിയാൽ യേശു ക്രിസ്തു വന്നിട്ട് പത്രോസിനോട് ചോദിക്കുന്നൊരു ഭാഗം നമുക്ക് വായിച്ചു നോക്കാം. ഇത് യോഹന്നാൻ്റെ
അവസാനത്തെ 21-ാം അധ്യായത്തിൻ്റെ 15 ദിവസം അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, അപ്പം അവർ വല വീശാൻ പോയിരുന്നു, രാത്രിയിൽ ഒരു മീനേയും കിട്ടിയില്ല. അവസാനം യേശു ക്രിസ്തു കരയ്ക്ക് നിൽക്കുന്നു. ഇതെല്ലാം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. അപ്പം യേശു അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. ഭക്ഷണം അവർ പ്രാതൽ ഒന്നിനും ഒരു വലിയ ധൃതിയോ ബഹളമോ നമ്മൾ കാണിക്കുന്നതിൽ യേശു കാണിക്കുന്നില്ല. അവർ പ്രാതൽ ഒക്കെ കർത്താവിൻ്റെ തക്ക സമയത്ത് ദൈവം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു. കർത്താവിന് അറിയാവുന്ന പത്രോസിനെ, പക്ഷേ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. ഇതേപോലെ എന്നോടും ദൈവം ചോദിച്ചാണ്, അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു. എന്താണ് നമ്മൾ തള്ളി പറയുന്ന സ്വഭാവക്കാരല്ലേ, പിന്നെ ചോദിക്കണ്ടല്ലോ. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് രണ്ടാമതും പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു എന്ന് അവനോട്. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കാം. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഇത്ര മതി. അപ്പം 3 പ്രാവശ്യം പറഞ്ഞിട്ട് യേശു ക്രിസ്തു വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതല്ല, ഇവിടെ ദൈവം നമ്മളോട് ചോദിക്കുന്നത്. എത്ര പ്രാവശ്യം നമ്മളോട് ദൈവം ചോദിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാകും. പക്ഷേ യേശു എത്ര പ്രാവശ്യം എന്നോട് ചോദിക്കുന്നു, നിങ്ങളോട് ചോദിക്കുന്നു. അവിടെയാണ് പ്രശ്നം. ആസ്ക് ഗോഡ്, ഈസ് ഹി ടോക്കിംഗ് ടു യു? ആ ദൈവവുമായിട്ടുള്ള ഉറ്റബന്ധം ഇല്ലെങ്കിൽ സ്ഥാപിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമാണ്. ജീസസ് പത്രോസിനെ ബലപ്പെടുത്തിയെങ്കിൽ, വഴിതെറ്റി ദൈവത്തിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞെങ്കിൽ 3 പ്രാവശ്യം തിരിച്ചു ചോദിച്ചതിൻ്റെ അർത്ഥം എന്തുവാ? 3 പ്രാവശ്യം ബലപ്പെടുത്തുകയാണ്. ഇനി ഒരു പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കരുത്. അത് എത്ര ക്ഷമയോടുകൂടിയാണ് യേശു പഠിപ്പിക്കുന്നത്. നമുക്ക് ആ ക്ഷമയുണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ല എങ്കിൽ ഉടനെ നമ്മുടെ ഹൃദയത്തിൽ ഒരു നീരസം, ഒരു ദേഷ്യം, ഒരു വേണ്ടാത്ത ചിന്തകളെല്ലാം കയറി വരുന്നില്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതിരുന്നു. എത്ര ശ്രമിച്ചാലും നമ്മളിലുള്ള ചേട്ടം, അതിന് ശക്തിയുണ്ട്. ഞാൻ പലപ്പോഴും തീരുന്നു. അതുകൊണ്ടാണ് ഈ ജോൺ അനീസിയൊക്കെയൊക്കെ അവർ പറയുന്നത്, പ്രസംഗിക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കാറുണ്ട്. 15 ദിവസത്തിനകം എന്തെങ്കിലും കഷ്ടമോ പ്രയാസമോ എന്നില്ലേ അവർ ദൈവത്തോട് ചോദിക്കും, ദൈവമേ നീ എന്നെ മറന്നോന്ന്. കാരണം പ്രശ്നം ഉണ്ടെങ്കിലേ യേശുവിൻ്റെ അടുക്കൽ അടുത്ത് ഓടിച്ചെല്ലത്തുള്ളൂ. ഒത്തിരി ദുഃഖം ഉണ്ടെങ്കിൽ ഒരു ആഹ്ലാദം അത് കഴിഞ്ഞ് പോയി. യേശുവിനോട് നന്ദി പറയാൻ പോലും നമ്മൾ മറന്നുപോകും. ആരെയും കുറ്റമല്ല, മനുഷ്യ സ്വഭാവം. എൻ്റെ ആടുകളെ മേയ്ക്കാൻ ഏൽപ്പിക്കുമ്പം ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടാക്കാൻ ജീസസ് ഹസ് ഗോൺ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ടു ബ്രിങ് ഹിം ബാക്ക് ടു ദ ഫോൾഡ്. അനേക മക്കൾ, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയിരുന്നു. ഒരു കാലത്ത് ദൈവത്തെ അറിഞ്ഞവർ. ഡോണ്ട് വറി. കർത്താവ് പറയുന്നു, ഞാനവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാനവരെ തിരിച്ചു കൊണ്ടുവരുന്ന ദിവസമാണിന്ന്. ഐ വിൽ ബ്രിങ് ദം ബാക്ക് ടു ദ ഫോൾഡ്. ഞാൻ കൊണ്ടുവരും. ഞാനാണ് അവരുടെ ഇടയൻ. ഞാനാണ് അവരെ സൃഷ്ടിച്ചതെങ്കിൽ എനിക്കറിയാം അവരെങ്ങനെയോ കൊണ്ടുവരേണ്ടത്. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടേ എല്ലാവർക്കും അവർ പോകുന്ന ആ വഴി. ചില അമ്മമാർ വിളിച്ചേച്ച് പറയും, മകൻ എൻ്റെ വീട്ടിലേക്ക് ഇപ്പം വരും, പ്രാർത്ഥിച്ചോണേ, അവൻ ഇവിടെ വന്ന് വലിയ ബഹളം വെച്ചു. മകൻ തന്നെയല്ല, കൊച്ചുമകൻ വന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ്. കാരണം ഒരമ്മയുടെ ഹൃദയം എപ്പോഴും മക്കൾ പറയുന്നതനുസരിച്ച് നമ്മളങ്ങ് ചെയ്യും. പക്ഷെ കർത്താവ് പറഞ്ഞു, ഉറച്ച് നിൽക്കുക, ഈ സമയത്ത് ഉറച്ച് നിൽക്കുക, വഴക്കൊന്നും ഉണ്ടാക്കണ്ട. ഫീഡ് മൈ ഷീപ്പ്. അവർ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കേൾക്ക്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. വരച്ചിട്ട് നിൽക്കേണ്ടടുത്ത് നിൽക്കുക. ഉറച്ച് ഞാനിവിടെ ഉണ്ട് എപ്പോഴും. ഐ ആം ഹിയർ, ഐ ആം പ്രേയിങ് ഫോർ യു. പറയാനൊക്കുമോ? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണോ? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേട്ടില്ല എന്ന് നടിക്കുകയാണോ എന്ന് ദൈവം ചോദിക്കുന്നു. ആസ്ക് ഗോഡ്. പറഞ്ഞില്ലേ, ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്.
3 കാര്യങ്ങളുണ്ട്. ആസ്ക് ദൂരെ നിന്നും ചോദിക്കാം, സീക്ക് അന്വേഷിക്കുകയാണ്, അടുത്തോട്ട് വരണം. പക്ഷെ നോക്ക് ചെയ്യണമെങ്കിൽ വാതിക്കൽ വരണം, അടുക്ക വരണം. അതുകൊണ്ടാണ് വെളിപ്പാടിന് 3:20 ബിഹോൾഡ് ഐ സ്റ്റാൻഡ് ആൻഡ് നോക്ക് അറ്റ് ദ ഡോർ. ഇഫ് എനിവൺ ഷുഡ് ഹിയർ മൈ വോയിസ് ആൻഡ് ഓപ്പൺ ദ ഡോർ ഐ വിൽ കം വിത്ത് ഹിം ആൻഡ് ലിവ് വിത്ത് ഹിം. ഇതേ ഞാൻ വാതിക്കൽ വന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഞാൻ അവനോടും അവൻ എന്നോടുകൂടെയും ജീവിക്കും. അത് നിങ്ങളോടുള്ള ചോദ്യമാണ്, എന്നോടുള്ളത്. ലെറ്റ്സ് ഓപ്പൺ അവർ ഹാർട്ട്, ആസ്ക് ഹിം ടു കം ഇൻസൈഡ് ആൻഡ് അബൈഡ് റിസൈഡ് ഇൻ അസ്. നമുക്ക് പ്രാർത്ഥിക്കാം. ചോദിക്കുക, വേറെ ഒരിടത്തും ചോദിക്കാൻ വിടില്ലേ. സീക്ക്, അന്വേഷിക്കുക. നിന്നെ അന്വേഷിക്കുന്ന ഹൃദയം ഇട്ടത്. വഴിതെറ്റി നടക്കാൻ അനുവദിക്കല്ലേ അമ്മച്ച. ശൗല് കഴുതയെ നഷ്ടപ്പെട്ടിട്ട് കഴുതയെ അന്വേഷിക്കാൻ നടന്നു. കർത്താവേ, ദൈവം തിരഞ്ഞെടുക്കാൻ സമയമായപ്പം അതിലെ കൂടെ കുറേ പ്രവാചകന്മാർ പോയി. ശൗലും അവരുടെ കൂട്ടത്തിൽ നടന്നതിനാൽ പ്രവചിച്ചു. അങ്ങനെ ശൗലിനെ രാജാവാക്കി. പക്ഷെ വിശുദ്ധിയോടെ നോക്കാൻ ശൗലിന് കഴിഞ്ഞില്ല. 2 വർഷം മാത്രം ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നും മറ്റ് 38 വർഷവും ജഡത്തിൽ അന്ധകാര ശക്തിക്ക് അടിമയായിട്ട് രാജാവ്. അതുകൊണ്ടത് കണക്കിട്ടില്ല. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ തിരിച്ചു വിളിച്ചവനായ യേശു, പത്രോസിനെ 3 പ്രാവശ്യം ഉറപ്പിച്ചവനായ ദൈവം. പിന്നെ പത്രോസ് പോയിട്ടില്ല. പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ആദ്യത്തെ പ്രസംഗം പെന്തക്കോസ്തി ദിവസം 3000 പേരെ, പിന്നെ 4000 പേരെ, പിന്നെ ജീവിതകാലം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി നിന്നു. ക്രൂശുമരണം ഏറ്റെടുക്കാൻ സമയമായപ്പം യേശു ക്രിസ്തു തലയ്ക്ക് കീഴായിട്ട് യേശു ക്രിസ്തുവിന് സമനായിട്ട് നിൽക്കാതെ എൻ്റെ തല താഴ്ത്തിയായിട്ട് ക്രൂശിക്കാൻ സമ്മതിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ. അത്രമാത്രം ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് പത്രോസ്. നമ്മൾ പറയും പത്രോസ് എടുത്തുചാട്ടക്കാരൻ. എന്ത് എടുത്തുചാട്ടക്കാരനോ അല്ലയോ എന്നുള്ളതല്ല. ജീവൻ്റെ ആത്മാവ്, ജീവനെ കൊടുക്കാൻ മടിക്കാതെ അവസാനതുള്ള രക്തം പത്രോസ് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ തക്കോണം തയ്യാറായ ഒരു വ്യക്തിയാണ് മുമ്പിൽ നിൽക്കുന്നത്. ചുമ്മാതാണ് യേശു പറഞ്ഞത്, പത്രോസേ, ഈ സത്യം അറിഞ്ഞിരിക്കുന്നതിനാൽ ഈ പാറമേൽ ഞാൻ എൻ്റെ ആലയത്തെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെതിരായിട്ട് നിൽക്കത്തില്ല. താവേ, ഞങ്ങൾക്ക് ഈ പദവി തന്നത് ഇങ്ങനെ ബലഹീനരായിട്ടുള്ള ആളുകളെ എടുത്ത് നിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനും നിൻ്റെ വേലയ്ക്കുമായിട്ട് ഉപയോഗിച്ചു എങ്കിൽ ഞങ്ങളെയും നീ തിരഞ്ഞെടുത്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹിയർ ഐ ആം ലോർഡ്, ടോക്ക് ടു അസ്. നിൻ്റെ ഒക്കെ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം വിശ്വസ്തയോടെ ചെയ്യാനുള്ള നല്ല ആത്മാവിനെ ഇട്ട് തരണമേ. അതിനത് തന്നെ തലമുറയായിട്ട് നിന്നോടുള്ള സ്നേഹം ഞങ്ങളിൽ പകർന്ന് കർത്താവേ, നീ ഞങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ള ആ വിശുദ്ധ ബോധം ഞങ്ങളിന്ന് മാറാതെ ജീവിക്കാൻ പഠിപ്പിക്കണമേ. നിനക്ക് വിശ്വസ്തദാസന്മാരായിട്ടിരിക്കാൻ തലമുറകൾ കൂടെ നീ പ്രവർത്തിക്കണമേ. നാഥനത് ചെയ്യാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യും. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.